കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് സ്പോൺസർക്ക് GCDAയുമായി കരാറൊന്നുമില്ലെന്ന് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള. സർക്കാർ ഉത്തരവിനെ തുടർന്നാണ് GCDA സ്റ്റേഡിയം സ്പോർട്സ് കേരള ഫൗണ്ടേഷന് കൈമാറിയതെന്നും ചന്ദ്രൻപിള്ള പറഞ്ഞു. അതിനിടെ മെസ്സിയുടെ പേര് പറഞ്ഞ് കോടികൾ തുലച്ച GCDA ഭരണസമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച GCDA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സ്പോൺസർ ആൻഡ്രോ അഗസ്റ്റിൻ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിവാദം കത്തിപ്പടരുന്നതിനിടെ ഇന്ന് GCDA എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. GCDAയ്ക്ക് സ്പോൺസറുമായി കരാറില്ലെന്നും സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായാണ് കരാറെന്നും GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു. സ്പോർട്സ് കേരള ഫൗണ്ടേഷനോ സ്റ്റേഡിയം കൈമാറുന്ന പ്രവൃത്തിയാണ് GCDA ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പോൺസറുമായി ചേർന്ന് ഒരു ത്രികക്ഷി ധാരണയുണ്ട്. അപ്പോൾ അതിൽ GCDA ഭാഗമാണ് ആണല്ലോ. GCDA ഒരു പ്രധാന ഭാഗമല്ലേ, ഞങ്ങളുടെ അല്ലേ സ്റ്റേഡിയം. പ്രശ്നങ്ങൾ അതൊന്നും ഇപ്പോൾ അങ്ങനെ സംസാരിക്കേണ്ട കാര്യങ്ങളേ അല്ല. GCDA ഒരു ഗവൺമെന്റ് എൻറ്റിറ്റി എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും എടുത്തുകൊണ്ടിരിക്കും, ഒന്നിലൊന്നും ഒഴിഞ്ഞു മാറില്ല. അതിനിടെ മെസ്സിയുടെ പേര് പറഞ്ഞ് കോടികൾ തുലച്ച GCDA ഭരണസമിതി പിരിച്ചുവിടുക, കലൂർ സ്റ്റേഡിയം തകർത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവമോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടവന്ത്രയിലെ GCDA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ കായിക മന്ത്രി അബ്ദുറഹ്മാന്റെ കോലം കത്തിച്ചു. ഓഫീസ് കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിനുള്ളിലേക്ക് കയറ്റി. BJP എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KH ഷൈജു, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് റിനു ഹർഷൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗോപു പരമശിവം, ഉണ്ണി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ജനം, കൊച്ചി.